വ്യൂവേഴ്സ്, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ദ മുഗൾ എംപയർ അല്ലെങ്കിൽ റൂൾ ആൻഡ് എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. മുഗൾ റൂൾ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് മുഗൾ. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ് മുഗൾ. കാരണം ഷാജഹാനും മുംതാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ രത്നത്തെയും അറിയാത്ത ആരും നമ്മുടെ ഇന്ത്യയിൽ, അതായത് നമ്മുടെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ത്, നമ്മുടെ താജ്മഹൽ. അത് നിങ്ങൾ ടൂറൊക്കെ പോകുന്ന നമ്മൾ ഡൽഹിയിലേക്ക് പോകാം, അവിടെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടാവും, താജ്മഹൽ കണ്ടിട്ടുണ്ടാവും. അതോടെ ആരെ സ്മരണക്കുള്ളതാണ് താജ്മഹൽ? നമ്മുടെ മുംതാസിൻ്റെ സ്മരണക്കാണ്. അപ്പോൾ മുംതാസ് ഏത് രാജവംശത്തിലായിരുന്നു? മിസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടുവരുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മുഗൾ എംപയറിലേക്ക് നിങ്ങളെങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ മുംതാസും ഷാജഹാനും ഒക്കെ ജീവിച്ചിരുന്ന നമ്മുടെ ആ ഒരു സുന്ദരമായ കാലഘട്ടമാണ് നമ്മുടെ മുഗൾ എംപയർ. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ആ സുവർണ കാലഘട്ടവും കുറേ കോൺട്രിബ്യൂഷൻസ്, നമുക്ക് ഇഷ്ടം പോലെ സംഭാവനകൾ കിട്ടിയ ഒരു കാലഘട്ടം കൂടിയാണ് മുഗൾ എംപയർ. അതുകൊണ്ട് തന്നെ മുഗൾ എംപയറിൽ ഓരോ രാജാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. മാർക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ആരാണ് എന്താണ് ചെയ്തത്, ഇതാരാണ്, രാജാക്കന്മാർക്ക് എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ എംപയർ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. അതിൽ മുഗൾ റൂൾ ഓർ മുഗൾ എംപയർ എന്ന് പറയാം. നെക്സ്റ്റ്, എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ റീജിയണലായിട്ട് പ്രാദേശിക സംസ്ഥാനങ്ങൾ കറക്റ്റ് മലയാളം, റീജിയണൽ സ്റ്റേറ്റ്, അങ്ങനെയുള്ള പ്രാദേശിക സ്റ്റേറ്റുകൾ ഉയർന്നു വരാനുള്ള എമർജൻസ് അല്ലേ, അതിനൊരു ഇതുണ്ടാവില്ല. എമർജൻസി എന്ന ഒരു വരണം എന്നുള്ളൊരു ആഗ്രഹം. അതെങ്ങനെ എമർജൻസി മീൻസ് സ്പ്രെഡ് ചെയ്തത് തന്നെ പറയാം അല്ലേ. എങ്ങനെയാണ് വന്നതും സ്പ്രെഡ് ചെയ്തതെന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആരെയാണ് പറയേണ്ടത്? ആദ്യം തന്നെ മിസ് കുറച്ച് ആൾക്കാരെ പേരങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജസ്റ്റ് കേട്ട് പരിചയമുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അക്ബർ രാജാവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ജഹാംഗീറിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഔറംഗസേബിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷാജഹാനെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. പിന്നെ ആരാതിലുള്ളത്? ബാബറിനെ കേട്ടിട്ടുണ്ടാവും, ഹുമയൂണിനെ കേട്ടിട്ടുണ്ടാവും, ജഹാംഗീർ. ഇവരൊക്കെ ആരാണ്? മുഗൾ രാജവംശത്തിൽ ഓരോരോ പിതാവ്, അയാളെ മകൻ, മൂപ്പര മകൻ, അങ്ങനെ മകൻ രാജഭരണത്തിലിരുന്ന രാജാക്കന്മാരുടെ പേരുകളാണ് മിസ് പറഞ്ഞത്. ബാബറും ഹുമയൂണും ജഹാംഗീറും ഷാജഹാനും അക്ബറും ഔറംഗസേബും. ഇവരൊക്കെ രാജാക്കന്മാരുടെ മക്കൾ പാരമ്പര്യത്തിൽ നമ്മളെ രാജഭരണത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ മുഗൾ സുൽത്താനെ, ഡൽഹി സുൽത്താനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രത്യേകതകളും ഉണ്ടാവുമല്ലോ അല്ലേ. ഓരോരുത്തർ നമ്മൾ അതന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതെ, ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ ദ വിച്ച് ബാബർ ഇൻവാഡഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബാബർ വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ ചേഞ്ച് ഉണ്ടായി. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ റീസൺസ് ഓഫ് സക്സസ് ഓഫ് മുഗൾ അഗെയിൻസ്റ്റ് ഇന്ത്യൻ റൂളേഴ്സ്. മുഗൾ വന്നപ്പോൾ മുഗളും ഇന്ത്യൻ റൂളേഴ്സും തമ്മിലുള്ള ഉണ്ടായ ഒരു കോൺഫ്ലിക്ട്സ് എന്തൊക്കെയായിരുന്നു. ലിസ്റ്റ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹുമയൂൺ ആഫ്റ്റർ ബാബർ ഡെത്ത്. ബാബർ മരിച്ചപ്പോൾ വന്ന രാജാവാണ് ഹുമയൂൺ. ഒരാൾ മരിച്ച് വേറൊരാൾ വരുമ്പം മറ്റേ ആൾ ചെയ്തതിൻ്റെ ബാക്കിയാണല്ലോ അവർ ചെയ്യാണ്ടാവും. അപ്പം എന്താ ഒരു കോൺഫ്ലിക്ട്സ് ആൻഡ് കൺഫ്യൂഷൻ എന്തായിരുന്നു. അനലൈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ഡിഫീറ്റ് ഓഫ് ഹുമയൂൺ. സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞ സാഹചര്യം, എന്തിൻ്റെ സാധ്യത? ഡിക്ലൈൻ, ദ ഡിഫീറ്റ്, പരാജയം. ആരെ പരാജയം? ഹുമയൂണിൻ്റെ പരാജയം. ആൻഡ് ദ റിവൈവൽ ഓഫ് അഫ്ഗാൻ പവറിനെ പറ്റിയും. പിന്നെ ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ലീഡിങ് ദ റീക്യാപ്ചർ ഓഫ് ഇന്ത്യ ബൈ ഹുമയൂൺ എങ്ങനെ പിന്നെ വീണ്ടും ഇന്ത്യ തന്നെ കയ്യിൽ കിട്ടി. ഗിവ് ദ അക്കൗണ്ട് ഓഫ് എക്സ്പാൻഷൻ ഓഫ് കൺസോളിഡേഷൻ ദ മുഗൾ എംപയർ അണ്ടർ അക്ബർ. നിങ്ങൾക്ക് അക്ബറിനെ പറ്റി അറിയാത്തവരില്ലല്ലേ? അക്ബറിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമ്മുടെ അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും കൂടുതൽ മുഗൾ എംപയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞും കേട്ടും പരിചയമുള്ള ഒരാളാണ് അക്ബർ. അനാലിസ് ദ ചലഞ്ചസ് ഫേസ്ഡ് ഓഫ് മുഗൾ എംപയർ. മൊത്തത്തിൽ മുഗൾ എംപയർ എങ്ങനത്തെ ചലഞ്ചസ് ആണ് ഇന്ത്യയിൽ അവർ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു ഒക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാൻ. സ്റ്റേറ്റ് ദ ബാബർ ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം നൊബിലിറ്റി ഓഫ് ഇൻസൾട്ട്. ഓൾദോ capture of Samarkand very soon had to retreat because the district some of noble. He also Fargan the ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ കേട്ടില്ലേ. അതേപോലെ ഫസ്റ്റ് അക്ബറിനെ പറ്റി, അപ്പോൾ ബാബറിനെ പറ്റിയാണ് പറഞ്ഞത്. ഫസ്റ്റ് റൂളർ ഓഫ് മുഗൾ ഈസ് ബാബർ. ബാബർ എന്താ ചെയ്തത്? ബാബർ ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം നൊബിലിറ്റി ഇൻ സ്റ്റെഫ് ഓൾദോ ഏബിൾ ടു ക്യാപ്ചർ സമർഖണ്ഡ് അറ്റ് വെരി സൂൺ. സമർഖണ്ഡാണ് അദ്ദേഹം ആദ്യം വെരി സൂൺ പെട്ടെന്ന് തന്നെ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ് സമർഖണ്ഡ്.
ഓക്കെ, ഇതിലങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാബർ വാസ് എ സക്സസ്ഫുൾ ഇൻ ക്യാപ്ചറിങ് ഭീര ആൻഡ് ലാഹോർ ആൻഡ് പഞ്ചാബ്. ഫൈനലി ഇബ്രാഹിം ലോധി ആൻഡ് ബാബർ ഫോഴ്സസ് മെറ്റ് ഇൻ പാനിപ്പത്ത് യുദ്ധം 1526 1526 പാനിപ്പത്ത് വാർ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മിസ് പറയുന്ന എക്സാമിന് പറഞ്ഞെന്ന് പറഞ്ഞ് പേര് തന്നെ ചെയ്യും കേട്ടോ. അതായത് പാനിപ്പത്ത് വാറൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആര് തമ്മിലുള്ള ഇബ്രാഹിം ലോധി ആൻഡ് ബാബർ അവർ രണ്ടാളുടെയും യുദ്ധങ്ങൾ ഏറ്റുമുട്ടിയ യുദ്ധമാണ് പാനിപ്പത്ത് യുദ്ധം ഇൻ 1526. ആൻഡ് ബാബർ soldiers were less and number of organization of his army was superior. Ibrahim Lodi was the defeated the battle of Punjab. പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി ആരെ ഡിഫീറ്റ് ചെയ്തു? ബാബറിനെ ഡിഫീറ്റ് ചെയ്തു. സക്സസ് ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ബാബേഴ്സ് മിലിറ്ററി. ബാബർ ആരെ ഡിഫീറ്റ് ചെയ്തു? നമ്മുടെ ഇബ്രാഹിം ലോധിയെ ഡിഫീറ്റ് ചെയ്തു. കുറഞ്ഞ മിലിറ്ററി പവർ ഉണ്ടെങ്കിലും കൂടി കുറച്ച് ആൾക്കാരെ പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എന്ത് ചെയ്തു? ബാബർ തന്നെയാണ് അവിടെ വിജയിച്ചത്. ബാബർ ഹാഡ് ആക്റ്റീവ് ആർമി ഓൺ 12,000 soldiers while Ibrahim Lodi army had estimated strength of 1,000 soldiers. When the face to face in the battlefield, Babar statistics were unique. മറ്റേ ആളത് 12 ബാബറിന് 10,000 ഉണ്ടായിരുന്നുള്ളൂ. ആര്? 1,00,000 സോൾജർ ഉണ്ടായിരുന്നു ഇബ്രാഹിം ലോധിക്ക്. ബാബറിന് വെറും 12,000 സോൾജേഴ്സാണ്. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? യൂണിറ്റി, ഐക്യത്തോടു കൂടി പെട്ടെന്ന് നല്ല വീറും വാശിയും ഐക്യവും ശ്രദ്ധവും കൂടുതൽ ബാബറിനായിരുന്നു. അങ്ങനെ ജയിച്ചത്. ഓക്കെ, വിക്ടറി ഓഫ് പാനിപ്പത്ത് പ്രൊവൈഡ് ബാബർ ഫ്രം ഗ്രൗണ്ട് ഓഫ് കൺട്രോൾ ദ കോൺക്വസ്റ്റ് നോ വാസ് ഫേസ് വിത്ത് ഫ്യൂ പ്രോബ്ലംസ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം നേരിട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാബറിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കാണ്? ബാബർ. ഓക്കെ, ബാബർ എന്താണ് പറയുന്നത്? ഹി നോബിൾസ് ദ കമാൻഡേഴ്സ് വർ ഈഗർ ടു റിട്ടേൺ ടു സെൻട്രൽ ഏഷ്യ ബിക്കോസ് ദേ ഡിഡ് നോട്ട് ലൈക്ക് ദ ക്ലൈമറ്റ് ഇൻ ഇന്ത്യ. കൾച്ചറലി ഓൾസോ ദേ ഫെൽറ്റ് ഇൻ ആൾട്ടർനേറ്റ്. രജപുത്ര വാസ് റിയലി അറൌണ്ട് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റാണ സംഗ. ദ കിങ് ഓഫ് മേവാർ wanted to expel the Mughal forces. The Afghan of defeated the Rajputa still formidable force in eastern parts of UP. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ നേരിട്ടത്. ആൻഡ് ദ ബിഗിൻസ് ദ ബാബർ കൺവിൻസ് ദ കമ്പാനിയൻസ് ഓഫ് നോബിൾസ് എസ് എ ബാക്ക് ടു ദി ഹെൽപ്പ് ദ കൺസോൾഡേറ്റിംഗ് ദ കോൺക്വറർ ടെറിട്ടറി. അപ്പോൾ ബാബറിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ഒരു വീര രാജാവായിരുന്നു. കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കാനും കോൺക്വർ ചെയ്യാനും ആർക്കും ഇഷ്ടമായിരുന്നു. ബാബറിന് ഒരു പ്രത്യേക താല്പര്യം തന്നെയായിരുന്നു. ദ മേവാർ രജപൂർ റിസീവ്ഡ് ഗ്രേറ്റ് ഷോക്കിംഗ്. അങ്ങനെ ഇവർ മേവാറും അങ്ങനെ ഓരോരോ ഇവരെന്ത് കീഴടക്കിക്കൊണ്ട് ഹ്യൂമയും നെക്സ്റ്റ് വരുന്ന ആളാണ്. ഓരോന്നോരോന്ന് ബാർബർ എന്ത് ചെയ്തു? തൊട്ടയൽ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു? കോൺക്വർ ചെയ്ത് ഇങ്ങനെ രാജ്യം വിപുലീകരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് നമ്മുടെ ആര് വരുന്നത്? നെക്സ്റ്റ് വരുന്ന ആളാണ് ഹുമയൂൺ. അഫ്ഗാൻ റിവീൽ. നെക്സ്റ്റ് ഹുമയൂൺ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബാബർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ബാബറാണ്. നെക്സ്റ്റ് വരുന്ന പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ആളാണ് ഹുമയൂൺ. ഹ്യൂമൻ ഇസ് ദ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബാബർ ഇൻ 1530 1530 മരിക്കുന്നത്. ഹിസ് സൺ ഹുമയൂൺ സക്സീഡഡ് ഹിം. ദ സിറ്റുവേഷൻ അണ്ടർ ഹ്യൂമൻ വാസ് ക്വയറ്റ് ഡെസ്പറേറ്റ്. ദ മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ഹ്യൂമൻ. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ നെക്സ്റ്റ് ഉള്ള ആൾ വരുമ്പോൾ കുറേ കാര്യങ്ങൾ മറ്റവർ ചെയ്തു വെച്ച് പോയതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. എന്താ ചെയ്തത്? ന്യൂലി കോൺക്വേർഡ് ടെറിട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വാസ് നോട്ട് കൺസോളിഡേറ്റഡ്. അൺലൈക്ക് ബാബർ ആൻഡ് ഹ്യൂമയൂൺ ഡിഡ് നോട്ട് കമാൻഡ് ദ റെസ്പെക്ട് ഓഫ് എസ്റ്റിക് മുഗൾ നൊബിലിറ്റി. ദ Changa nobles were not favorably inclined towards the Indian nobles and was joined the Babar service, deserted the Mughal and Humayun succession. He also confronted the hospital Afghan, mainly Shergan in Bihar, ruler of Gujarat the other. Okay, അപ്പോൾ എന്താ ചെയ്ത? ന്യൂലി കോൺക്വേർഡ് ടെറിട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വാസ് നോട്ട് കൺസോളിഡേറ്റഡ്. കൺസോളിഡേറ്റ് എന്നാണ് ഒരു ഏകീകരണ ഭാവം. അതായത് കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ആര് പിടിച്ചടക്കിയത്? അറ്റ് ലാസ്റ്റ് ബാബർ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് അദ്ദേഹം പിടിച്ചടക്കിയ പ്രദേശത്തിൽ ഒരു ഏകീകരണം ഉണ്ടായിരുന്നില്ല. എന്തിൻ്റെ സെക്ഷനിൽ? അഡ്മിനിസ്ട്രേറ്റീവ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ വാസ് നോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആർക്കാണ് പറ്റാത്തത്? ഹ്യൂമയൂൺ ഫേസ് ഇൻ ദിസ് പ്രോബ്ലം. അൺലൈക്ക് ബാബർ, ഹ്യൂമയൂൺ ഡിഡ് നോട്ട് കമാൻഡ് ദ റെസ്പെക്ട് ഓഫ് ഈസ്റ്റിൻ ഓഫ് മുഗൾ നൊബിലിറ്റി. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്പെക്റ്റഡ് പീപ്പിൾ ഉണ്ടാവില്ലേ? അത് പള്ളിയിലെ ഫാദർ, അങ്ങനെയുള്ള കുറച്ച് ഫിലോസഫേഴ്സ് ആൻഡ് കുറച്ച് ഉന്നത മതപണ്ഡിതരൊന്നും ആര് ചെയ്തിട്ടില്ല? റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആര്? ബാബറും നമ്മുടെ
ഹുമയൂണും ഈ ഒരു നൊബിലിറ്റി പീപ്പിൾസിനെ വല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ഇതാക്കില്ല. Next, he also confronted the hospital of Afghan, mainly Sher Khan in Bihar on the one hand and Bahadur Shah, the ruler of Gujarat on the other. Bahadur Shah, അതായത് ഇവിടെയുള്ള ഗുജറാത്തിലെ റൂളറാണ് ബഹദൂർ ഷാ. He also hospital to the Afghans, mainly അഫ്ഗാനിലെ ഷേർഖാനുമായിട്ടാണ് ആർക്ക് പിന്നെ റിലേഷൻ ഉണ്ടായിരുന്നത്, നമ്മുടെ